Good morning, sir. Yes, good morning, Meghna. Good morning, sir. Anuja, good morning. Good morning, sir. Yes, Arya, good morning. Good morning. Yes, good morning. Yes, who is doing prayer? Okay, sir, I will do so. Okay. Good morning, sir, and good morning, my dear friends. Dear God, we thank you for this brand new day. Thank you for our school, our teachers, and our friends. Fill our hearts with love, peace, and kindness. Help us to listen carefully and learn something new day. Give us the courage to try our best in everything we do. Bless our teachers who work hard to guide and teach us. Keep our minds bright and our hearts pure. Let our class be a place of joy, friendship, and respect. Be with us in every thought. Be with us in every thought. Be with us in every thought, words, and action. Amen. Thank you, sir. Very good, Meghna. Sir, thought of the day. Okay, Tanuja, continue. Don't try to be perfect. Just try to be better than you were yesterday. എല്ലാം തികഞ്ഞവരാകാൻ ശ്രമിക്കരുത്. നിങ്ങൾ ഇന്നലത്തേക്കാൾ മികച്ചവരാകാൻ ശ്രമിക്കുക. Thank you. Very good. Okay, Tanuja, very good. Then, signing on. Okay, അപ്പോൾ നമുക്ക് ആരംഭിക്കാം. അപ്പോൾ നമ്മൾ റോഷിനി 12 വരെയാണ് നമ്മൾ റോം ലെറ്റർ എഴുതിയതിന്റെ ഒരു വിശ്വാസം. Am I right? Yes, sir. Yes, sir. Yes. Okay. Very good. Yes. അടുത്ത എഴുതിക്കോളൂ. റോം ലെറ്റർ 13. സാർ ഇതിൽ 5 ക്വസ്റ്റ്യൻസ് തന്നിട്ടുള്ളൂ, അത്രേ ഉള്ളൂ. ഏതിലാണ് തന്നേക്കണേ? ഇപ്പൊ റോമൻ ലെറ്റർ 12 ചോദ്യം വായിച്ച റോം ലെറ്ററിലെ ക്വസ്റ്റ്യൻ വായിച്ച പിക്ക് ഔട്ട് നൗൺ ഫ്രേസസ് ഇൻ ദ ഫോളോയിങ് സെന്റൻസ്. അതിൽ 5 ക്വസ്റ്റ്യൻസ് തന്നിട്ടുള്ളൂ. ഓക്കെ. യെസ്, അടുത്ത എഴുതിക്കോ. ചേഞ്ച് ദ ഫോളോയിങ് സെന്റൻസസ്. Change the following sentences into passive voice. താഴെ പറയുന്ന വാചകങ്ങൾ എന്ത് ചെയ്യണം? പാസീവ് വോയിസിലേക്ക് മാറ്റണം. അതാണ് റോം ലെറ്ററിലെ ക്വസ്റ്റ്യൻ. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒന്നുകൂടെ പറയാമോ? ചേഞ്ച് ദ ഫോളോയിങ് സെന്റൻസസ്. ചേഞ്ച് the following sentences into passive voice. Okay, Jerusha? Yes.
അപ്പോ ഒരു സന്തോഷ വാർത്തയുണ്ട്. ഇന്ന് നമ്മളുടെ ലാസ്റ്റ് ക്ലാസ് ആയിരിക്കും. അപ്പൊ ഇതോടുകൂടി നമ്മൾ തമ്മിൽ കാണുന്നത് അവസാനിക്കുകയാണ്. ഇനി നിങ്ങൾ ആരെയും ഞാൻ കണ്ടിട്ടില്ല. ഈ കാണുന്ന മഞ്ജു വാര്യരും മോഹൻലാലും ഒക്കെ ഉള്ളൂ. അപ്പോ നിങ്ങൾ ഇവിടെ കോൺവെക്കേഷൻ സെറിമണിക്ക് വരുമ്പോൾ നമുക്ക് കാണാം, നേരിട്ട് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് മിക്കവാറും ലാസ്റ്റ് ക്ലാസ് ആണ്. ഇനി ഏതെങ്കിലും കാരണവശാലും എന്തെങ്കിലും അബദ്ധത്തിൽ ആരെങ്കിലും ഇല്ലാതെ വരണമെങ്കിൽ മാത്രമേ വരാൻ സാധ്യതയുള്ളൂ, അല്ലെങ്കിൽ അതിനുള്ള സാധ്യത കുറവാണ്. അപ്പോ നിങ്ങളുടെ പ്രകടനങ്ങൾ വളരെ മനോഹരമായിരുന്നുവെന്ന്, നിങ്ങൾ വളരെ നല്ല കുട്ടികളായിരുന്നുവെന്നും പറയാനായിട്ട് ഞാൻ ഈ സമയമൊന്നും ഉപയോഗിക്കുകയാണ്. വളരെ പക്വതയുള്ള കുട്ടികളായിരുന്നു നിങ്ങളെന്നാണ് പൊതുവെയുള്ള വെപ്പ്. ആ സംഗതിയിൽ ഞാനും പങ്കുചേരുകയാണ്. കാരണം കുഴപ്പമില്ലാത്ത കുട്ടികളായിരുന്നു നിങ്ങളെന്നാണ് എൻ്റെയും, പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന ടൈപ്പുള്ള കുട്ടികളായിരുന്നു നിങ്ങൾ എന്നുള്ളത് തന്നെയാണ് എൻ്റെയും നിങ്ങളെ കുറിച്ചുള്ള അഭിപ്രായം. ഇത് ഈ ഇംഗ്ലീഷ് ക്ലാസ് കൊണ്ട് 100% വിജയം ഉണ്ടാക്കാൻ പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ആ ഒരു ലെവലിലോട്ട് വരാൻ പറ്റിയിട്ട് നമ്മുടെ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട്. എങ്കിലും കുറച്ചൊക്കെ നിങ്ങളുടെ ഒരു ആത്മവിശ്വാസവും ഇംഗ്ലീഷ് പറയാനായിട്ടുള്ള ഒരു താല്പര്യവും അതൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങൾ ഫീഡ്ബാക്ക് പറയുമ്പോൾ എത്രമാത്രം അതിന് ശരിയുണ്ട് തെറ്റുണ്ട് നമുക്ക് മനസ്സിലാക്കാം. യെസ്. പിന്നെ ഇതിനകത്ത് കുറച്ച് പേരൊക്കെ നന്നായിട്ട് ഇംഗ്ലീഷ് പറയുന്ന കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നന്നായിട്ട് ഞാൻ അവരുടെ അടുത്ത് പറയുമ്പോൾ ഞാൻ മോശമായിട്ടാണ് ഓരോരുത്തർ ചിന്തിക്കും. അതുകൊണ്ട് അത് ഞാൻ കോൺവെക്കേഷൻ സെറിമണിക്ക് വരുമ്പോൾ പറയാം. യെസ്. അപ്പോൾ നിങ്ങളുടെ പ്രകടനം സൂപ്പറായിരുന്നുവെന്നും ഒരിക്കൽ കൂടി പറയാണ്. ഞാൻ എല്ലാവർക്കും സ്നേഹപൂർവ്വം നന്ദി പറയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കാൻ, എവിടെയെങ്കിലും വെച്ച് ഭാവിയിൽ കാണാനോ അല്ലെങ്കിൽ വിളിച്ചിട്ട് സാറേ ജോലി കിട്ടി എന്ന് പറയാനോ ഒക്കെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ. അപ്പൊ എല്ലാവർക്കും തനുജ, റിൻഡ, ആര്യ, ശശികല, മേഘന, അമൃത, റോഷിനി, സുരമ്യ, ഐശ്വര്യ, ആശസ്, ഹോലി, ജെറൂഷ, ഫാത്തിമത്ത്, ഫൗസിയ, നൈന, ആതിര ആൻഡ് റഷീദ. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇത്രയും പേരാണുള്ളത്. അപ്പൊ അവർക്ക് പ്രത്യേകിച്ചുള്ള താങ്ക്സ് പറയാം. യെസ്. Thank you very much, sir. Thank you so much, sir. ഓക്കെ. 10 മാസം കടന്നുപോയി. ഓക്കെ. ഇന്ന് നമുക്ക് അധികം പറയാനില്ല, കുറച്ചുള്ളൂ. അതിനിടയ്ക്ക് നമുക്ക് സംസാരിക്കാം. അപ്പൊ ചേഞ്ച് ദ ഫോളോയിങ് സെന്റൻസസ് ഇൻ ടു പാസീവ് വോയിസ്. ഓക്കെ. നമ്പർ 1. ഓക്കെ ശശികല. ഗോഡ്സെ, GODSE, ഗോഡ്സെ assassinated ASSA SSI NATED, assassinated Gandhiji. ഗോഡ്സെ അസാസിനേറ്റഡ് ഗാന്ധിജി. ഇതിന്റെ അടിയിൽ ABC എന്ന് പറഞ്ഞ 3 ഉത്തരം എനിക്ക് എഴുതാം. ഞാൻ പക്ഷെ അത് എഴുതുന്നില്ല. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. ഗോഡ്സെ, അതായത് ഗാന്ധി വെടിവെച്ച് കൊന്ന ആളുടെ പേരാണ്. ഗോഡ്സെ അസാസിനേറ്റഡ് ഗാന്ധിജി, ഗാന്ധിജിയെ കൊന്നു. അപ്പൊ എന്ത് പറ്റും? ഗാന്ധി ഗോഡ്സെയാൽ കൊല്ലപ്പെട്ടു. മൾട്ടിപ്പിൾ ചോയ്സ് വേണോ? Sir, the answer is Gandhiji was assassinated by Godse. It's correct, sir? Yes, correct. Very good, Meghna. Gandhiji was assassinated by ASSA SSI NATED. Answer I am പറയുന്നത്. Gandhiji was assassinated by Godse. എന്തുകൊണ്ട് എന്ന് സംശയമുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാണ്. തന്നിരിക്കുന്ന വാചകം ഏതാണ്? സിമ്പിൾ പാസ്റ്റ് ആണ്. സിമ്പിൾ പാസ്റ്റിന്റെ പാസീവ് വോയിസ് എഴുതുമ്പോൾ ആദ്യം ഓബ്ജക്റ്റ്, പിന്നെ വാസ് അല്ലെങ്കിൽ വേറെ, പിന്നെ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അതുകൊണ്ടാണ് ഓബ്ജക്റ്റ് ആദ്യം ഗാന്ധിജി വാസ് അസാസിനേറ്റഡ് ബൈ ഗോഡ്സെ എന്ന് പറയാൻ കാരണം. സംശയമുള്ളവരുണ്ടെങ്കിൽ ചോദിക്കാം. അടുത്തത് ഇതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. ചേഞ്ച് ഇൻ ടു പാസീവ് വോയിസ്. They were repairing, REPAIRING. They were repairing the building
building last night. Last night. Yes. Okay. ഇതിന്റെ ആൻസർ ഒരു മേഘയുടെ ഒരു മിനിറ്റ് ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് ഒന്ന് എഴുതി നോക്കി ഓരോരുത്തര്. ഞാൻ മേഘനിലേക്ക് വരാം. ഒന്ന് എഴുതി നോക്കിയാൽ മതി. They were repairing the building. തന്നിരിക്കുന്ന വാചകം പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. ആ പാസ്റ്റ് കണ്ടിന്യൂസിന്റെ പാസീവ് വോയിസ് വരുമ്പോൾ എങ്ങനെ വരും എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതൊരു ഓർമ്മയിൽ നിന്ന് എടുക്കും. ഉത്തരം നിങ്ങൾ സെലക്ട് ചെയ്യും, പിടിക്കുമാരാണ് നിങ്ങൾ, സമ്മതിച്ചു. എന്നിരുന്നാലും യെസ്, ഇനി ആർക്കും നിങ്ങൾ പറയട്ടെ. അപ്പൊ എഴുതാനുള്ള സമയമാണ് തന്നത്. എന്നാ ഈ പ്രാവശ്യം അമൃത പറഞ്ഞോളൂ. The building was being repaired by them. വെരി ഗുഡ്. അതിന്റെ ഇടയ്ക്ക് ഒരു വാക്ക് വിട്ടുപോയി, ലാസ്റ്റ് നൈറ്റും കൂടി ചേർത്തേക്ക കേട്ടോ. ലാസ്റ്റ് നൈറ്റ്. ഓക്കെ. അപ്പൊ ഇതിന്റെ ആൻസർ വരുന്നത് എന്താണ്? ദ ബിൽഡിംഗ് വാസ് being repaired, REPAIRED, repaired last night by them. Last night by them. I will repeat the answer. The building was being repaired last night by them. ഒരെണ്ണം കൂടി. They will understand, UNDERSTAND, understand them, THEM, them. They will understand them. ഓക്കെ. ഇതിന്റെ അടിയിൽ 3 ചോയ്സ് ഉണ്ട്, ഞാൻ പറഞ്ഞിട്ടില്ല. എഴുതിക്കോളൂ, സ്വന്തമായിട്ട് എഴുതിക്കോളൂ. അത് ഒരു 1-2 മിനിറ്റ് തരാം. They will understand them. Yes. ഇനി ആർക്കെങ്കിലും പറയാം. ജെറൂഷ റെഡി ആയിട്ടുണ്ട്. ജെറൂഷ പറഞ്ഞോളൂ. സർ പറയട്ടെ? പറഞ്ഞോളൂ. They will be understood by them. By Them. By Us. she will understand them എന്നാ കറക്റ്റ്. ലാസ്റ്റ് വാചകത്തിൽ വന്നപ്പോ എന്ത് പറ്റി? സാറ് ദേവിൽ എന്ന് പറഞ്ഞത്. They അല്ല സാർ തന്നത്. They will understand them. ഓക്കെ. സോറി. ഞാൻ എഴുതി ചെയ്യുന്നായിരുന്നു. അപ്പൊ ഓക്കെ, ജെറൂഷ ആൻസർ ഇസ് കറക്റ്റ്. They will be understood by them. Okay, very good. Yes. ഇനി അടുത്ത റോം ലെറ്റർ എഴുതിക്കോ. നെക്സ്റ്റ് റോം ലെറ്റർ pick out the adjective in the following 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 sentences. Adjective in the following sentences. Yes. അതിലൊന്നാമത് ചോദ്യം. കാശ്മീർ
is a beautiful place. PLSE place. And the daily A, B, C answer A beautiful, B Kashmir, C place, PLSE place. Rashida. Okay, Jerusha, Rashida. Yes. Okay, Jessica Joni. Yes. Adira Balan. Naina KP. Asmi. സർ ഞാൻ കേട്ടില്ല, ഞാനിപ്പോ കയറിയുള്ളൂ ക്ലാസ്സില്. Okay. I will come to you. Fatimate. Yes, sir. Is that answer? Beautiful. Very good. Okay. Correct answer. Arthur. There is a little milk in the cup. CUP, cup. Adili A, B, C nirikyo. A little. B, milk. C, cup. CUP. Yes. Amarda. Sir, a little. A little is a correct answer. Very good. Arthur. There is enough food. ENOUGH. Enough food for two. TWO2. There is enough food for two. രണ്ട് പേർക്കുള്ള പ്രശ്നം ഉണ്ടെന്ന്. A. അതിൽ ആൻസർ ആണ് ABC. Enough. 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 B. Food. C. For two. FOR 2. TWO2. രണ്ട് പേർക്ക്. റോഷിനി. Yes, sir. പറയൂ. Enough. It's a correct answer. Very good. Yes. Ardhan. It is an interesting story. 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 It is an interesting story. അടിയിലെ ABC ആൻസർ ചെയ്തോളൂ. A. Interesting. B. Is. ബി എന്താ സാറേ? Is. C. Story. 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 Suramya. Yes, sir. Interesting. Yeah, interesting. Interesting. Okay, very good. Yes. Sunrise. SUNRISE. Sunrise is a marvelous. MARVELLOUS
OUS, marvelous. Sight, SIGHT, sight. അതിന്റെ ഇടയിൽ ABC എഴുതിക്കോ. A, marvelous. B, sunrise. C, sight, SIGHT, sight. Okay. Aishwarya again. Sir. Answer പറഞ്ഞോളൂ. Marvelous. Marvelous. ഇത് പേടിച്ച് പറയണേ, ധൈര്യമായിട്ട് പറഞ്ഞോളൂ. ഓക്കെ, കറക്റ്റ് ആൻസർ marvelous. Next question. My father's apostrophe is under. My father's health is better now. Better now. My father's health is better now. ABC. A, better. B, health. C, now. NOW. Yes, the answer is going to Ashes calling. Sir, better. Better. Good എന്നുള്ളതിന്റെ കമ്പാരിറ്റീവ് ഡിഗ്രിയാണ്. ഗുഡ് എന്ന് പറഞ്ഞാൽ ചെക്കിയുടെ ഓക്കെ ജസ്റ്റ് കമ്പാരിറ്റീവ് ഡിഗ്രിയാണ് better. Yes. Okay. Very good, very good, very good. Then അടുത്ത റോം ലെറ്റർ എഴുതിക്കോളൂ. Change, CHANGE, change the following sentences. The following sentences into negative. The following sentences into negative. Yes. What? I don't know the question. I bought BOUGHT. I bought a new saree. I bought a new saree. അടിയിൽ എനിക്ക് വേണമെങ്കിൽ 3 ആൻസർ തരാം, പക്ഷെ നിങ്ങളൊന്നും ചെയ്യാൻ പറ്റുമെന്ന് നോക്കി. അടിയിൽ ഞാൻ 3 പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വരുമ്പോൾ 3 ആൻസർ അടിയിലുണ്ട്. പക്ഷെ ഇത് ഞാൻ തരുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് നോക്കി. ഞാൻ 3 സെലക്ട് ചെയ്യും. ഇതാണെങ്കിലോ നിങ്ങൾ ബുദ്ധി ഉപയോഗിച്ച് സെലക്ട് ചെയ്യും. I bought a new saree. ഞാനൊരു പുതിയ സാരി വാങ്ങി. നിങ്ങളുടെ രീതിയിൽ ഒന്ന് ചെയ്യാൻ നോക്കുക ആൻസർ. കഴിഞ്ഞു അല്ലേ? ഞാൻ പറയാം, ഒരു മിനിറ്റ്. ഞാൻ ഓർഡറിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ജെറൂഷ, Yes, sir. ആൻസർ ഒന്ന് പറയാമോ? Okay, sir. Parato. I did not buy a new saree. Very good, very good, very good. I did not buy, BUY. I did not buy a new saree. കാരണം ഇതിനകത്ത് ബോട്ട്, വാങ്ങിച്ചു, അത് പാസ്റ്റ് ടെൻസ് ആണ്. പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ ഡിഡ് നോട്ട് ചേർക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഡിഡ് നോട്ട് കഴിഞ്ഞ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കാവൂ. അതുകൊണ്ടാണ് I did not buy a new saree എന്നുള്ള ഉത്തരമായിട്ട് വന്നിട്ട്. യെസ്, അടുത്തത് മേഖലയ്ക്ക് തരാം. പെട്ടെന്ന് പറയേണ്ട ഉത്തരം. I have one doubt, sir. ബൈ എന്ന് പറഞ്ഞില്ല, ഇപ്പൊ അതിന് ബ്രിങ്ക് എഴുതാൻ പറ്റൂലേ? അത് പറ്റൂല. അത് നമുക്ക് ശ്രദ്ധിക്കണം. ബ്രിങ് എന്ന് പറഞ്ഞതിന്റെ പാസ്റ്റ് ടെൻസ് ബ്രോട്ട് ആണ്. BROUGHT, ബ്രോട്ട്. ഇത് സ്പെല്ലിംഗ് നോക്കിയ ബോട്ടാണ്, BOUGHT. ഇത് വാങ്ങുക എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് ആണ്. നമുക്ക് ഒരേപോലെ തോന്നും. എക്സാമ്പിൾ പറയാം. തിങ്കിന്റെ പാസ്റ്റ് ടെൻസ്
തോട്ട്. ടീച്ചിന്റെ പാസൻസ് തോട്ട്. പെട്ടെന്ന് നമുക്ക് ഒരുപോലെ തോന്നും, പക്ഷെ ഒന്ന് തോട്ട് മറ്റൊരു തോട്ടാണ്. യെസ്, ബ്രിങ് അല്ല എഴുതാം. ഓ ശരി, ഓക്കെ 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 ഓക്കെ. I am, next sentence, same question. I am a good student. I am a good student. ഇനി ഉത്തരം പറയേണ്ടത് മേഖലയാണ്. പെട്ടെന്ന് പറയണ്ട, ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി. കാരണം ബാക്കിയുള്ളവർ കൂടെ ഒന്ന് എഴുതട്ടെ. അത് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞാൽ മതി. നിങ്ങൾ ബാക്കിയുള്ളവർ ഓക്കെ ഗ്രീഷ്മ, ഓക്കെ ഐശ്വര്യ, നിങ്ങൾ അതിന്റെ ആൻസർ എഴുതിക്കോ അടിയിൽ. അത് കഴിഞ്ഞതിന് ശേഷം ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ മേഖല പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ ഒരാൾ പറയുന്നത് കേട്ടങ്ങനെ എഴുതി പോകും. നിങ്ങളുടേതായ ഭാവന ഉണരട്ടെ. യെസ്, മേഖല, ആർ യു റെഡി? Yes, sir. പറഞ്ഞോളൂ. I am not a good student. വെരി ഗുഡ്, കറക്റ്റ് ആൻസർ. വെരി ഗുഡ്. നമുക്കറിയാം, തന്നിരിക്കുന്ന വാചകത്തില് ഓക്സിലറി വെർബ് ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് നോട്ട് ചേർത്താൽ എളുപ്പമാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ സാമാർ, വാസ്, വേർ, ഹാസ്, ഹാവ്, ഹാഡ്, ഹാൻഡ്, വില്ല്, ഷാല്, ഇങ്ങനെയൊക്കെയുള്ള ഓക്സിലറി വെർബ് ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് നോട്ട് ചേർത്താൽ കറക്റ്റ് ആണ്. അടുത്തത് she reads, reads, reads newspaper. She reads newspaper. അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നെഗറ്റീവിലേക്ക് മാറ്റാൻ പോകുന്നത്. ശശികലക്കാണ് ആൻസർ കാർഡ്. എപ്പോ പറയണ്ട, പറഞ്ഞാൽ മതി. ബാക്കിയുള്ള 2 മിനിറ്റ് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി. ശശികല മനസ്സിൽ ഇങ്ങനെ ഉത്തരം വന്നു ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. യെസ്, ഓക്കെ. ഓക്കെ ഫാത്തിമത്തെ. യെസ്, യെസ്, ഈ പറഞ്ഞോളൂ ശശികല. She does not read a newspaper. വെരി ഗുഡ്, വെരി ഗുഡ്. ഷീ ഡസ് നോട്ട് റീഡ് ന്യൂസ് പേപ്പർ. റീഡ്സ് എന്ന് വന്നു കഴിഞ്ഞപ്പോ സിംഗുലർ ആണ് സബ്ജക്റ്റ്. അപ്പൊ ഒന്നില്ലെങ്കിൽ ഡു നോട്ട് വരും, അല്ലെങ്കിൽ ഡസ് നോട്ട് വരും. ഷീയുടെ കൂടെ ഡസ് നോട്ടേ വരുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഷീ ഡസ് നോട്ട് റീഡ് ന്യൂസ് പേപ്പർ. യെസ്, ഓക്കെ ഓക്കെ. അപ്പേ നിങ്ങളെ കുറിച്ച് എനിക്ക് അഭിമാനം തോന്നുന്നു. കാരണം നിങ്ങൾ ആരും തെറ്റിക്കാതെ വളരെ കൃത്യമായിട്ട് പറയുന്നു. യെസ്, ശശികല. Yes, sir. How are you? I am fine, thank you, sir. I am also very fine. എങ്ങനെ ശശികലക്ക് ഇംഗ്ലീഷ് ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം എന്തെങ്കിലും ഗുണം തോന്നിയിട്ടുണ്ടോ? നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഞാനിപ്പോ കുറെ ദിവസമായിട്ട് റെക്കോർഡഡ് ക്ലാസ്സാ കാണുന്നേ. കുറെ പ്രയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, അപ്പൊ ഉപകാരത്തിൽ കൊണ്ടുവരുന്നുണ്ട് എവിടെയെങ്കിലും ഒക്കെ അല്ലേ? യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. ദെൻ ഞാനാണ് വിളിക്കുന്നത് ഐശ്വര്യ കെ എം. Sir. അപ്പൊ ഐശ്വര്യ എവിടെ വരെ പഠിച്ചു? ഞാൻ ഡിഗ്രി കംപ്ലീറ്റഡ് ആണ്. ബികോം. ഏതാണ് ഡിഗ്രി? ബികോം. ബികോം. അപ്പോ 1 മുതൽ 10 വരെ പഠിച്ചു. പിന്നെ 2 കൊല്ലം +1 +2 പഠിച്ചു. 3 കൊല്ലം ഡിഗ്രിക്ക് പഠിച്ചു. 10, 3, 13, 15 വർഷം പഠിച്ചതിൽ അതില് സാർ എടുത്ത ഇംഗ്ലീഷ് ആണ് എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ. കാരണം ഇത് ഞാന് 10th പഠിച്ചിരുന്നു, അതുപോലെ +2 അവരൊക്കെ ഒരു ആ പോർഷൻ കംപ്ലീറ്റ് ആക്കണം എന്നുള്ള ഇതിലാണ് ഞാൻ പഠിച്ചത്. അതുകൊണ്ട് എനിക്ക് അത്ര അറിയില്ലായിരുന്നു. പക്ഷെ സാർ എടുത്ത് കൂടുതൽ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നി, ഫീൽ ചെയ്തു. താങ്ക് യു സർ. Thank you very much. Suppose that you become a teacher, who will be your role model? ആരുടെ മെത്തേഡ് ആയിരിക്കും നിങ്ങൾ അഡോപ്റ്റ് ചെയ്യുക? അല്ലെങ്കിൽ നിങ്ങൾ പഠിപ്പിച്ച ടീച്ചർമാരൊക്കെ ധാരാളമില്ലേ? അപ്പൊ ഒരു മനസ്സിന് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ആ ഒരു മെത്തേഡിലേക്ക് ഞാൻ പഠിപ്പിക്കുക എന്ന് തോന്നിയ ടീച്ചറായിരുന്നു? അത് സാറിനെ തോന്നിയിട്ടുണ്ട്, പിന്നെ ഒന്ന് ജിഷ മാമിനെ തോന്നിയിട്ടുണ്ട്. വേറെ പിന്നെ അപർണ മാമിന്റെ ശൈലിയൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ആതിര മിസ്സിന് എല്ലാവരും ഇഷ്ടമാണ്. ഇപ്പോഴത്തെ കേസല്ല, ഞാൻ ഇതിനകത്തുള്ള കേസല്ല, മൊത്തത്തിൽ 18 വർഷത്തെ മൊത്തത്തിൽ എനിക്ക് ഹിന്ദി പഠിപ്പിച്ച ഒരു മിസ് ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു 10th ലെവലില്.
ഞാന് ഫസ്റ്റ് ആ മിസ്സിന്റെ ക്ലാസ്സിൽ ഇരുന്നപ്പോ ഫസ്റ്റത്തെ എക്സാം ഉണ്ടാവില്ലേ, ക്ലാസ് ടെസ്റ്റ്, അതിനകത്ത് ഞാൻ പൊട്ടി. 3 മാർക്കാ 2 മാർക്ക് എനിക്ക് കിട്ടിയിരുന്നത്. അന്ന് എന്നെ മിസ് ഒരുപാട് കരഞ്ഞു. എനിക്ക് ആ പേപ്പർ തന്നപ്പോ മിസ് ഒരുപാട് കരഞ്ഞു. അപ്പൊ അതിന്റെ ഫീലിങ്സിൽ ഞാൻ 10th അതിൽ A+ തന്നെ മേടിച്ചു. 10th A+ തന്നെ ആ സബ്ജക്റ്റിൽ ഞാൻ മേടിച്ചു. വെരി ഗുഡ്, വെരി ഗുഡ്. അതാണ് ഡിറ്റർമിനേഷൻ എന്ന് പറഞ്ഞാല്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. അപ്പോ ജറൂഷ, Yes, sir. who is your role model? English, sir. Job, sir. അത് ഞാൻ മാറി നിന്നോട്ടെ. സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ 10th വരെയുള്ള സമയത്ത് റോൾ മോഡലായിട്ട് തോന്നിയ ടീച്ചർ? Sir, ഞാൻ +1 +2 ഇവിടെ നാട്ടിലാണ് കേട്ടോ പഠിച്ചേ. അപ്പോ ഒരു സൗമ്യ മിസ് പറഞ്ഞ ഞങ്ങളുടെ ടീച്ചർ ഉണ്ട്, ബയോളജി ഒക്കെ പഠിപ്പിക്കുക. ആ മിസ് അതിന്റെ മോഡൽ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ഓക്കെ, ഓക്കെ. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങള് മനസ്സുകൊണ്ട് ആരെങ്കിലും നിങ്ങൾക്ക് ഇതുവരെ ചില ടീച്ചർമാരെ ക്ലാസ്സുകൾ വരുന്നുണ്ട് എന്ന് പറയാറില്ലേ? യെസ്. അത് നിങ്ങൾ അനുഭവിച്ചത്. നിങ്ങൾ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ ഒരു കുട്ടിയും അങ്ങനെ പറയരുത് എന്നൊരു ചിന്ത നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവണം. ഞങ്ങളുടെ ടീച്ചർ വന്നല്ലോ എന്ന് സന്തോഷത്തോടെ പറയണം. യെസ്. 1 മണിക്കൂർ പോയത് അറിഞ്ഞില്ല എന്ന് ഇടക്കിടക്ക് വാച്ചിൽ നോക്കാൻ ഇടവരുത്താതെ 1 മണിക്കൂർ പോയത് അറിഞ്ഞില്ല എന്ന് കുട്ടികൾ പറയാനായിട്ട് ഇടവരുത്തണം. പിന്നെ എപ്പോഴും നല്ലൊരു ടീച്ചർ എന്ന് പറഞ്ഞാൽ നല്ലൊരു വിദ്യാർത്ഥിയായിരിക്കും. നമ്മൾക്ക് വിചാരം നമ്മളെല്ലാം തികഞ്ഞവരാണ്, നമുക്ക് അറിവായി എന്നൊരു വിചാരം. പക്ഷെ പറയാൻ പറ്റില്ല. നമ്മളെക്കാളും വിവരമുള്ള കുട്ടികളുണ്ടാവും. അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? പഠിക്കാൻ ശ്രമിക്കണം. പുതിയ പുതിയ കാര്യങ്ങൾ. നല്ല ടീച്ചർ എപ്പോഴും നല്ലൊരു വിദ്യാർത്ഥിയായിരിക്കും. പഠിക്കാൻ ശ്രമിക്കും. ആരും പുതിയതായിട്ടൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ചിലപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ അവരുടെ മുമ്പിലൊന്ന് ആളായിരിക്കും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളതൊന്ന് എന്തായിരിക്കും അത് എന്ന് പറഞ്ഞിട്ട് ഒന്ന് പഠിക്കാൻ നോക്കുക. അപ്പോൾ നിങ്ങളെപ്പോഴും അപ്ഡേറ്റ് ആവും. യെസ്. അത് നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യും. യെസ്. അത് പറഞ്ഞോളൂ ഫാത്തിമ. ഇവിടെ എന്റെ ഉമ്മ ഇന്ന് സാറിന്റെ ക്ലാസ് അല്ലേ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടിരിക്കും എന്റെ അടുത്ത്. സാറിന്റെ ക്ലാസ് ഉണ്ടെന്ന്, ഇന്ന് മാഷിന്റെ ക്ലാസ് അല്ലേ എന്ന് പറഞ്ഞിട്ടിരിക്കും അടുത്ത് വന്നിട്ട്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. ഓക്കെ, 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 ഓക്കെ. ഉമ്മ ഇപ്പൊ അരികത്ത് നിൽപ്പണ്ട? ഉമ്മ ഇപ്പൊ അരികത്ത് നിൽപ്പണ്ട? ഇല്ല, ഇപ്പൊ പണിക്കാരുണ്ട് വീട്ടിൽ, അതുകൊണ്ട് ഫുഡ് കൊടുക്കുന്നുണ്ട്. ഇത്ര നേരം ഉണ്ടായിരുന്നു അടുത്ത് തന്നെ. ശരി, 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 ശരി. അപ്പോ എന്റെ അന്വേഷണം പറഞ്ഞോളൂ. വെരി ഗുഡ്, വെരി ഗുഡ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഇതേപോലെ ഒരു വിദ്യാർത്ഥി എന്നോട് പേര് പറയാറുണ്ട്, സാറിന്റെ ക്ലാസ് ആകുമ്പോൾ ഞാനും മക്കളൊക്കെ കൂടിയാ വന്നിരിക്കാറ് എന്ന് പറയാറുണ്ട്. അപ്പൊ എനിക്കത് വളരെ സന്തോഷം തോന്നി. കാരണം ഇപ്പോഴത്തെ കുട്ടികൾക്കും അവര് വേറെ റേഞ്ച് അല്ലേ. നമ്മളൊക്കെ തള്ള വൈബ്, തന്ത വൈബ് ആ ലെവലിലോട്ട് പോയ ആൾക്കാരാണല്ലോ. അപ്പൊ അവർക്കും അത് ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ എന്ന് കണ്ടപ്പോ എനിക്ക് സന്തോഷം തോന്നി. യെസ്. ഓക്കെ, 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 ഓക്കെ. യെസ്. ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ കുട്ടികളുടെ ഹൃദയത്തിൽ നമുക്കൊരു ഇടം നേടണം. അവരുടെ ഹൃദയത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇടം നേടാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ അത് പിന്നെ നമുക്ക് വളരെയധികം നമുക്ക് അവരെ നിയന്ത്രിക്കാൻ പറ്റും. നമ്മൾ പറയുന്ന കേട്ടിട്ടില്ല, ചില നഴ്സറി സ്കൂളുകളിൽ പനിയായിട്ട് കുട്ടിക്ക് സ്കൂളിൽ വരാനായിട്ട് പറ്റാണ്ടിരുന്നപ്പോ കുട്ടി വീട്ടിൽ കയറി ബഹളമുണ്ടാക്കി എനിക്ക് ടീച്ചറിനെ കാണുമെന്ന് പറഞ്ഞു. എന്നിട്ട് പനിയായിട്ടുള്ള കുട്ടിയെ കൊണ്ട് കുട്ടിയുടെ അമ്മ വരെയാണ് സ്കൂളിൽ ടീച്ചറെ കാണിച്ചിട്ട് തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. യെസ്. എനിക്ക് സ്കൂളിൽ പോകണ്ടേ എന്ന് പറഞ്ഞിട്ട് കരയുന്ന കുട്ടികളുടെ ഇടയിലാണ് ഇങ്ങനെയുള്ള. അപ്പൊ അവര് തമ്മിലുള്ള ഇന്റിമസി എന്തോരം ഇരിക്കും. നിങ്ങൾക്കത് ഫീൽ ചെയ്യും. കുറച്ച് കഴിഞ്ഞ് നിങ്ങൾ നഴ്സറി ക്ലാസ്സിലൊക്കെ പഠിപ്പിക്കുമ്പോൾ ചില കുട്ടികൾ വന്ന് ചിലപ്പോൾ ഞാൻ ടീച്ചറിന്റെ ചെവിയിൽ വേണമെങ്കിൽ പാടാം, അല്ലാണ്ട് ഞാൻ പാടില്ല. അപ്പൊ നിങ്ങളിലുള്ള ആ ഒരു വിശ്വാസമാണ് അത്. യെസ്. അപ്പൊ ആ ഒരു വിശ്വാസത്തിന്റെ ലെവലിലേക്ക് നിങ്ങൾ വരണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഒരു ജീവിതമല്ലേ, ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. പക്ഷെ എല്ലാവർക്കും രക്ഷപ്പെടാനായിട്ടുള്ളൊരു ചാൻസ് ഈശ്വരൻ തരും. അത് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. രക്ഷപ്പെടാനായിട്ട് ആ ചാൻസ് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ജീവിതത്തിലേക്ക് ഒരു പ്രശ്നമുള്ളൂ.
ഒരുപക്ഷെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയാം APJ അബ്ദുൽ കലാമിനെ കുറിച്ച് ഇവിടെ പല ആൾക്കാരും കോട്ട് ചെയ്യാറുണ്ട്. അപ്പൊ കലാമിനെ കുറിച്ച് പറയുന്ന ഏറ്റവും വലിയൊരു സംഗതിയുണ്ട്, കഠിനാധ്വാനത്തിന്റെ ഒരു അങ്ങനെ കഠിനാധ്വാനത്തിലൂടെ ഏറ്റവും ഉയർച്ചയിലേക്ക് വന്നൊരു മനുഷ്യനാണ് APJ അബ്ദുൽ കലാം. ഒരു സാധാരണ മനുഷ്യൻ, അദ്ദേഹം ആരുവരെയായി ഇന്ത്യൻ പ്രസിഡന്റ് വരെ ആയ ഒരു സാധാരണ മനുഷ്യൻ. അപ്പോ നിങ്ങളുടെ സ്വപ്നത്തിന്റെ പുറകെ പോകണം, പൈസയുടെയോ പ്രശസ്തിയുടെയോ പുറകെ പോകണ്ട. നിങ്ങളുടെ സ്വപ്നത്തിന്റെ പുറകെ പോയാൽ പ്രശസ്തിയും പേരും പെരുമയും പണവും അതൊക്കെ അത് കൊണ്ടുവന്നു. അത് അതിന്റെ പുറകിലൂടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. യു ചേസ് യുവർ ഡ്രീം. നിങ്ങളൊരു സ്വപ്നം വെച്ചിട്ട് ആ സ്വപ്നത്തിന്റെ പുറകെ പോകും. ആ സ്വപ്നം സാക്ഷാത്കരിക്കുമ്പോൾ ബാക്കിയുള്ളതൊക്കെ പുറകിലൂടെ ഇങ്ങനെ വന്നോളൂ. അത് സെക്കൻഡറി ആയിട്ട് അതിന്റെ കൂടെ വന്നോളൂ. പേര് വരും, പ്രശസ്തി വരും, പണം വരും, ഇതൊക്കെ അതിന്റെ ബാക്കിൽ ഇങ്ങനെ കയറി വന്നോളൂ. അല്ലാതെ നമ്മൾ പണവും പ്രശസ്തി നോക്കിയിട്ടല്ല പോകുന്നത്. യു ചേസ് യുവർ ഡ്രീം. ഇതാണ് APJ അബ്ദുൽ കലാം നമ്മുടെ ISRO ഒരു സയന്റിസ്റ്റ് ആയിരിക്കുന്ന സമയത്ത്, ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞേക്കോട്ടെ, പറഞ്ഞ് തിരിച്ചെടുക്കുന്നതാണ്. സയന്റിസ്റ്റ് ആയിരിക്കുന്ന സമയത്ത് APJ അബ്ദുൽ കലാമിനോട് പറയുന്ന ഒരു ഉപഗ്രഹം ബഹിരാകാശത്തേക്ക് വിടണം. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ അന്നത്തെ ഡിഫൻസ് സെക്രട്ടറി ആയിട്ടാണ് പറഞ്ഞത്. അപ്പോ ഇങ്ങനെ പേര് ധവാൻ എന്നോ മറ്റുമാണ്. അപ്പൊ അദ്ദേഹം APJ അബ്ദുൽ കലാമിന്റെ പരിപാടികളൊക്കെ ചെയ്തു. പക്ഷെ ആ ഉപഗ്രഹം മുകളിലേക്ക് പോയിട്ട് അറബിക്കടലിലാണ് വീണത്. അതോടുകൂടി APJ അബ്ദുൽ കലാമിന് ഭയങ്കരമായ വിഷമമായി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര കോടിക്കണക്കിന് രൂപയാണ് ഇന്ത്യ ഗവൺമെന്റ് നഷ്ടം. അപ്പൊ പിറ്റേ പ്രാവശ്യം കലാം ആ ധവാൻ വന്ന സമയത്ത് രാജിക്കത്ത് എഴുതിക്കൊണ്ടാണ് ധവാനെ കാണാൻ പോയത്. എന്നിട്ട് പറഞ്ഞു, പൊന്നു സാറേ, എന്നെ കൊണ്ട് ഈ പണി പറ്റൂല, ഞാൻ ജോലി രാജിവെക്കണം സാർ, ഇതെന്റെ രാജിക്കത്ത്. എത്ര കോടി രൂപയാണ് ഇന്ത്യ ഗവൺമെന്റ് നഷ്ടം പറ്റിയത്. അപ്പൊ ധവാൻ അന്ന് കലാമിനോട് പറഞ്ഞൊരു വാചകമാണ്. ഞാൻ എപ്പോഴും കലാമിനെ കുറിച്ച് പറയുമ്പോൾ എന്റെ മനസ്സൊന്ന് എതിർക്കും. കലാമേ, ഇന്ത്യ എത്രയോ ഉപഗ്രഹം അറബിക്കടലിലേക്ക് വിട്ടിരിക്കുന്നു, ഇനിയും എത്രയോ എണ്ണം അറബിക്കടലിലേക്ക് വിടാനിരിക്കുന്നു. അതുകൊണ്ട് കലാമിന്റെ രാജിക്കത്ത് വാങ്ങിച്ച് കീഴക്കളഞ്ഞിട്ട് പറഞ്ഞു, ഗോ ആൻഡ് പണിയെടുക്കാൻ പറഞ്ഞു. വീണ്ടും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അടുത്ത ഉപഗ്രഹം അത് ഭ്രമണപഥത്തിന്റെ മുകളിലേക്ക് എത്തി. അത് ഒരു സക്സസ് ആയിരുന്നു. അന്ന് ഡൽഹിയിൽ ഈ ധവാൻ ഒരു പത്രസമ്മേളനം വിളിച്ചുകൂട്ടി. എന്നിട്ട് ഇന്ത്യയുടെ ആ വിജയത്തെ കുറിച്ച് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആള് മറ്റാരുമല്ല, എന്റെ പിറകിലിരിക്കുന്ന ഈ എഞ്ചിനീയറാണ്. ഇദ്ദേഹത്തിന്റെ പേരാണ് APJ അബ്ദുൽ കലാം. അന്നു മുതലാണ് APJ അബ്ദുൽ കലാമിനെ ലോകമറിയുന്നത്. അതിനു മുമ്പ് അവിടെ ISROയിൽ ധാരാളം സയന്റിസ്റ്റുകളുണ്ട്. കൂട്ടത്തിലൊന്ന് APJ അബ്ദുൽ കലാം. അതുപോലെ ആവണം നിങ്ങൾ. ടീച്ചർമാര് അതുപോലെ ഇഷ്ടംപോലെ ഉണ്ടാവും. പക്ഷെ നിങ്ങൾ അത് ആ 1000-1 അല്ല, സംതിങ് ഡിഫറെന്റ്, സംതിങ് എൻറ്റയർലി ഡിഫറെന്റ്. അതാവണം നിങ്ങൾ. അങ്ങനെയാണ് APJ അബ്ദുൽ കലാമിനെ ശ്രദ്ധിക്കപ്പെടുന്നത്. അങ്ങനെയാണ് ലോകം അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം APJ അബ്ദുൽ കലാം ഗവൺമെന്റിലേക്ക് ഒരു റിപ്പോർട്ട് കൊടുത്തു. ഒരു ഡിഫൻസ് അക്കാദമി കൊടുക്കുന്ന, അതായത് ഇന്ത്യൻ ഡിഫൻസിന് ആവശ്യമായിട്ടുള്ള യുദ്ധോപകരണങ്ങൾ ഉണ്ടാക്കുന്ന ഒരു അക്കാദമിയുമായി ബന്ധപ്പെട്ട ഒരു പ്രോജക്ട് റിപ്പോർട്ട് കൊടുത്തു. ആ പ്രോജക്ട് റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ആ ഗവൺമെന്റിൽ നിന്ന് റിജക്ട് ചെയ്തു. കുറച്ച് പോയിന്റുകൾ അത് കറക്റ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി റിജക്ട് ചെയ്തു. അപ്പൊ അങ്ങനെ റിജക്ട് ചെയ്ത് കഴിഞ്ഞ സമയത്ത് അന്ന് APJ അബ്ദുൽ കലാമിന്റെ മുറിയിൽ ഉറങ്ങാൻ പറ്റും, അങ്ങോട്ട് നടക്കിയിരുന്നു. അപ്പൊ APJ അബ്ദുൽ കലാമിനോട് കൂടെ ജോലി ചെയ്യുന്ന ഒരു സയന്റിസ്റ്റ് ജോലി, കലാമെ താൻ ഉറങ്ങുന്നില്ലേ? അപ്പോഴാണ് പുള്ളി പറയുന്നത്, ഞാനിങ്ങനെ റിപ്പോർട്ട് ഗവൺമെന്റിനെ കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് തിരിച്ചു തന്നു. അപ്പൊ കൂട്ടുകാരൻ പറഞ്ഞു, തിരിച്ചു തന്നതല്ല, കുറച്ച് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നതല്ലേ, അത് കറക്റ്റ് ചെയ്ത് രണ്ടാമത് ഒന്നുകൂടി സമർപ്പിക്കും എന്ന് പറയും. അങ്ങനെ ഈ റിപ്പോർട്ട് പുള്ളി വീണ്ടും സമർപ്പിക്കുക. അങ്ങനെ സമർപ്പിച്ചു കഴിഞ്ഞ സമയത്ത് ഈ റിപ്പോർട്ട് പ്രധാനമന്ത്രിയുടെ ടേബിളിന്റെ മുന്നിൽ വരിക, അന്നത്തെ പ്രധാനമന്ത്രി. അപ്പൊ പ്രധാനമന്ത്രിയുടെ ടേബിളിന്റെ മുന്നിൽ 2 രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. വൺ ഈസ് റെഡി ടു സൈൻ, ഒപ്പിടാൻ റെഡി ആയിട്ടുള്ള റിപ്പോർട്ട്. അതിന്റെ അകത്ത് പ്രധാനമന്ത്രി ഒപ്പിടാൻ മാത്രം മതി, ഒന്നും നോക്കണ്ട, കാരണം ബാക്കി മുഴുവൻ ഉദ്യോഗസ്ഥർ റെഡിയാക്കി വെച്ചിരിക്കുന്നു. മറ്റേത് ഇതുപോലെയുള്ള പ്രോജക്റ്റുകൾ, അങ്ങനെയുള്ള സംഭവങ്ങളാണ്. അത് പ്രധാനമന്ത്രി വായിച്ചു നോക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ഇഷ്ടമുണ്ടെങ്കിൽ വായിച്ചു നോക്കാം, അല്ലെങ്കിൽ വായിച്ചു നോക്കിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അത്
ഓപ്ഷണലാണ്, വേണമെങ്കിൽ മതി. പക്ഷേ ഈ പ്രോജക്ട് റിപ്പോർട്ട് അന്നത്തെ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. അത് ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആ പ്രധാനമന്ത്രി വായിച്ചതിന് ശേഷം ധവാനെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കിയ എഞ്ചിനീയറോട് എന്നെ വന്നൊന്ന് കാണാൻ പറയണം, അല്ല കാര്യങ്ങൾ ഒന്ന് പോക്കുണ്ട്. അപ്പൊ അങ്ങനെ ധവാൻ വന്നിട്ട് APJ അബ്ദുൽ കലാമിനോട് പറയണം, കലാമേ നിങ്ങളെ പ്രധാനമന്ത്രി വിളിക്കുന്നു, പ്രധാനമന്ത്രി വിളിക്കുമ്പോൾ മീറ്റ് ചെയ്യാൻ പറയുന്നു. അപ്പൊ കലാം പറഞ്ഞു, ഞാനില്ല പോകാനായിട്ട്. കാരണം പ്രധാനമന്ത്രിയുടെ മുന്നിൽ പോകണമെങ്കിൽ നല്ലൊരു ഷൂ വേണം, എനിക്ക് നല്ലൊരു ഷൂ ഇല്ല. മാത്രം നല്ലൊരു സ്യൂട്ട് വേണം, എന്റെ കയ്യിൽ അത് വാങ്ങാനുള്ള കാശില്ല. അപ്പോ എന്റെ സഹോദരിയുടെ മകള് പഠിക്കുന്നുണ്ട്, എനിക്ക് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് കുറച്ച് പൈസ അവൾക്ക് കൊടുക്കണം. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇതേപോലുള്ള സാധനങ്ങൾക്ക് വാങ്ങിക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പ്രധാനമന്ത്രിയെ കാണാൻ പറ്റില്ല. അപ്പൊ അതിന് ധവാൻ കൊടുത്ത മറുപടി, കലാം യു ആർ വെൽ ഡ്രസ്ഡ് വിത്ത് യുവർ പ്രോജക്ട്, ഗോ ആൻഡ് മീറ്റ് ദ പ്രൈം മിനിസ്റ്റർ. അങ്ങനെ ഒരു ദിവസം ഈ കലാം പ്രധാനമന്ത്രിയെ കാണാൻ പോവുകയുണ്ട്. ഇപ്പൊ പ്രധാനമന്ത്രിയുടെ മുന്നിലേക്ക് നഗ്നപാതനായിട്ടാണ് കലാം വരുന്നത്. കലാം അവിടെ വന്നു നിന്നു. പ്രധാനമന്ത്രി അദ്ദേഹത്തിൽ നിന്ന് നോക്കി, എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ നൽകിയ ഈ പ്രോജക്ട് റിപ്പോർട്ട് ദ ഗവൺമെന്റ് ഈസ് വെൽ പ്ലീസ്ഡ് അബൌട്ട് ദിസ് പ്രോജക്ട് റിപ്പോർട്ട്, താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ ഈ പ്രോജക്ട് റിപ്പോർട്ട് പറഞ്ഞതുപോലെ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു, ഒരു ഡിഫൻസ് അക്കാദമി ആരംഭിക്കുന്നു, ഇന്ത്യ ഗവൺമെന്റ് ഒരു ഡിഫൻസ് അക്കാദമി ആരംഭിക്കുന്നു എന്ന് പറയും. യെസ്. അപ്പൊ കലാമിന് ഭയങ്കര സന്തോഷമായി. കാരണം താൻ കൊടുത്തൊരു പ്രോജക്റ്റ് അംഗീകരിച്ച് ഗവൺമെന്റ് ഒരു കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ട് ഒരു സംഗതി ആരംഭിക്കല്ലേ. അപ്പൊ പുള്ളിയെ തിരിച്ച് സന്തോഷത്തോട് വരികയാണ്. അപ്പോ ഈ കലാമിന് തിരിച്ചു നടന്നപ്പോ പ്രധാനമന്ത്രി വിളിച്ചു, മിസ്റ്റർ കലാം, യു ആർ അപ്പോയിന്റഡ് ദ ചെയർമാൻ ഓഫ് ഡിഫൻസ് അക്കാദമി. അന്ന് APJ അബ്ദുൽ കലാമിന് 40 വയസ്സിൽ താഴെയാണ് പ്രായം. അന്ന് APJ അബ്ദുൽ കലാം നിന്ന ആ പ്രധാനമന്ത്രിയുടെ പേരാണ് ഇന്ദിരാഗാന്ധി. അപ്പൊ ഇന്ദിരാഗാന്ധിയാണ് പറയുന്നത്, നിങ്ങളായിരിക്കും ആദ്യത്തെ ഡിഫൻസ് അക്കാദമിയുടെ ചെയർമാൻ. അവിടെ നിന്നാണ് കലാമിനെ പിന്നെ നമ്മൾ കാണുമ്പോൾ ദ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ കഠിനമായിട്ട് ശ്രമിക്കുമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കിട്ടും ഡെഫിനറ്റ് ആയിട്ട്. ഞാൻ തന്നെ ഇത് മുഴുവൻ പറയുന്നത് ഇറ്റ് ഈസ് മൈ ഓൺ എക്സ്പീരിയൻസ് ആൻഡ് മൈ ഓൺ എക്സാമ്പിൾ. എന്റെ ജീവിതത്തിൽ നിന്നും കൂടി ഉത്തരമാണ്. നമ്മൾ കഠിനമായിട്ട് അതിനു വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലോ, ആ സംഗതി നമ്മുടെ അടുത്ത് തന്നെ പോയി. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ നിങ്ങളോട് ഞാൻ പറഞ്ഞത്, നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട, നിങ്ങളുടെ സ്വപ്നമില്ലേ, ആ സ്വപ്നത്തിന്റെ പുറകെ പോയി. ആ സ്വപ്നം നിങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ശ്രമിച്ചോ, ബാക്കി മുഴുവൻ അതിന്റെ പുറകിലൂടെ വന്നിരിക്കും. യെസ്. ഒരു നമുക്ക് അങ്ങനെ വലിയ സ്വാർത്ഥ മോഹങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ ആ സ്വപ്നത്തിന്റെ പുറകെ അങ്ങോട്ട് പോയാൽ മതി. യെസ്. അപ്പൊ ആ സ്വപ്നമില്ലേ, ആ സ്വപ്നം ഒരിക്കലും യാഥാർത്ഥ്യമാകും. നമുക്ക് ഏത് ജോലിയെങ്കിലും നമുക്ക് ചെയ്യാം, പക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ട ജോലി ചെയ്യാൻ പറ്റുന്നത് അത് ഒരു ഡ്രീം ജോബ് നമുക്ക് മനസ്സിലുണ്ടാവില്ല. ഏത് ജോലി കിട്ടിയാലും നിങ്ങൾ പോകും. ഇപ്പൊ വേരിയസ് ഡിപ്പാർട്ട്മെന്റിന്റെ PSCയുടെ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ നമ്മളുടെ നമ്പർ വന്ന സമയത്ത് ഏത് ഡിപ്പാർട്ട്മെന്റിലാണോ വേക്കൻസി അങ്ങോട്ട് വിടും. അന്നേരം മോട്ടോർ വെഹിക്കിളാണെങ്കിൽ അങ്ങോട്ട് വിടും, പഞ്ചായത്തിലോട്ടാണെങ്കിൽ അങ്ങോട്ട് വിടും, റവന്യൂലാണെങ്കിൽ അങ്ങോട്ട് വരും. അപ്പൊ നമ്മളുടെ നമ്പർ വന്ന സമയത്ത് വേക്കൻസി റിപ്പോർട്ട് ചെയ്ത് എവിടെയാണ് അങ്ങോട്ട് പോയിരുന്നു. നല്ല ഡിപ്പാർട്ട്മെന്റ് കിട്ടാൻ നമ്മൾ വായിക്കുമ്പോണ്ടിരിക്കും. ഏത് ഡിപ്പാർട്ട്മെന്റ് കിട്ടിയാലും നമ്മൾ അവിടെ പോയി ജോലി ചെയ്യും. അത് നമുക്ക് വേറെ മാർഗം ഇല്ലാത്തുള്ളൂ. മറ്റേത് അങ്ങനെയല്ല, നമുക്കൊരു സ്വപ്ന ജോലി ഉണ്ടാവില്ല. ആ സ്വപ്ന ജോലിക്കൊപ്പം നിങ്ങൾ പോകും. അതിനോടൊപ്പം തന്നെ ഞാനിവിടെ ഓരോരുത്തരുടെയും ഞാൻ നോക്കി കഴിയുമ്പോൾ മനസ്സിലായിട്ടുണ്ട്, നിങ്ങൾക്ക് വേറെയും കുറെ ടാലന്റ് ഒക്കെ ഉള്ള ആളുകൾ. അപ്പൊ ആ ടാലന്റുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതും പരിപോഷിപ്പിച്ചെടുക്കുക. അത് നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യും, ഒരുപാട് ഗുണം. അതുപോലെ തന്നെ നിങ്ങളുടെ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥികളിൽ നിങ്ങൾ ആരെ കാണണം, ഒരു ഐസക് ന്യൂട്ടനെയോ ഒരു ആൽബർട്ട് ഐൻസ്റ്റീനെയോ ഒരു മരിയ മോണ്ടിസോറിയോ നിങ്ങൾ കണ്ടെത്തും. അത് അപ്പൊ പിന്നീട് അവര് പ്രശസ്തരാകുമ്പോൾ അവർ പറയും, എങ്ങനെയാണ് നിങ്ങൾ ഈ ഫീൽഡിലേക്ക് വന്നത് പറയുമ്പോൾ അവരെന്ത് പറയും, പണ്ട് എന്നെ പഠിപ്പിച്ചിരുന്ന ജസ്റ്റിൻ ടീച്ചറാണ് എന്നിൽ ഈ കഴിവ് ആദ്യമായിട്ട് കണ്ടെത്തിയത് എന്ന് പറയുന്നിടത്ത് നിങ്ങൾക്ക് ലഭിക്കുന്ന സന്തോഷം. യെസ്, അതാണ്
റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞത്. അപ്പൊ എന്ത് ചെയ്യുക, ജീവിതത്തിൽ വിജയിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. നിങ്ങൾ വളരെ പക്വതയുള്ള നല്ല കുട്ടികളാണ്. അതിനോടൊപ്പം തന്നെ മറ്റുള്ളവരെ ഇവിടെ കൈപിടിച്ച് ഉയർത്താനായിട്ട് നമുക്ക് ശ്രമിക്കാം. ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ടോർച്ച് ഇൻ ദ ഡാർക്ക്നെസ്. അന്ധകാരത്തിൽ നിൽക്കുന്ന ഒരു ടോർച്ചാണ് അത്. നിങ്ങളുടെ അടുത്തേക്ക് വരും കുട്ടികൾ. യെസ്, അപ്പൊ നല്ല ടീച്ചറാവാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നമുക്ക് പറഞ്ഞു നിർത്തിയത് എന്താണ്, ഈ പറഞ്ഞ ചേഞ്ച് ഇൻ നെഗറ്റീവ് എന്ന് പറയുന്ന വാചകമാണ് അല്ലേ? യെസ്, അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് പറയാം. ദെൻ തനുജ, Yes, sir. how are you? I'm fine, sir. ഓക്കെ. ഇംഗ്ലീഷ് ക്ലാസ് കൊണ്ട് വല്ല മെച്ചമുണ്ടായിട്ടുണ്ടോ? ഒരുപാട് ഗുണങ്ങളെ ഉണ്ടായിട്ടുള്ളൂ സർ. സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഈ ഗ്രാമർ എന്ന് കേൾക്കുമ്പോഴത്തേക്കേ ഉള്ള ബോധം കൂടെ പോകുന്ന അവസ്ഥയായിരുന്നു. അത് ഇത്തിരിയെങ്കിലും അതിനോട് താല്പര്യം തോന്നിയത് സാറിന്റെ ക്ലാസ് കാണാൻ തുടങ്ങിയതിന് ശേഷമാണ്. യെസ്, ഓക്കെ. അത് നമ്മൾ ആരെയും പറ്റുമ്പോഴത്തെ കാര്യമില്ല. ടീച്ചർമാരെന്ന് പറയുമ്പോൾ അന്നേരത്തെ ആ പോർഷൻ തീർക്കണ്ടേ, ഒരുപാട് ടെൻഷന്റെ ഇടയിലും അവരത് ചെയ്യുമ്പോൾ തൽക്കാലത്തേക്ക് മാർക്ക് മേടിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ചെയ്യുന്നത്. അതായത് നിങ്ങൾ ആരെയും ഇങ്ങനെ പറയണ്ട ചെയ്യുമ്പോ. അപ്പൊ ഇതിലിരിക്കുന്ന സന്തോഷമായി. കാരണം നിങ്ങൾക്ക് ബോറടിച്ചില്ല എന്ന് പറയുന്നത് ഞാൻ കഴിയാവുന്നത്ര. ഇതിനകത്ത് ഉയർന്ന ക്വാളിഫിക്കേഷൻ ഉള്ളവരുണ്ട്, കുറഞ്ഞ ക്വാളിഫിക്കേഷൻ ഉള്ളവരുണ്ട്. അപ്പൊ ഉയർന്ന ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ അവർക്കൊരു ക്ലീശ തോന്നും. ഇതൊക്കെ നമുക്ക് അറിയാവുന്നതല്ലേ, ഇത് തന്നെയാണല്ലോ പറയുന്നത് എന്ന് തോന്നും. അപ്പൊ പക്ഷെ ഈ താഴെയുള്ള കുട്ടികള് അവരെ നമുക്ക് കൈപിടിച്ചുകൊണ്ട് കൊണ്ടുവരണ്ടേ, അത് ഒരു വിഷമം പിടിച്ചത്. അപ്പൊ അവരെയും കൂടി ഉദ്ദേശിച്ചിട്ടുള്ള രീതിയിലാണ് ഞാൻ ഏറ്റവും ഗ്രൗണ്ട് വർക്കായിട്ട് താഴേന്ന് ഒടുങ്ങി ഇങ്ങനെ ആരംഭിച്ചത്. അപ്പൊ അറിയാവുന്നവരെ സംബന്ധിച്ച് ഒരു ക്ലീശയായിട്ട് തോന്നും, അല്ലാത്തവരെ സംബന്ധിച്ച് എന്താ കാര്യം പറയാൻ പോയ. യെസ്, അപ്പോ അതുകൊണ്ടാണ് ആ ഒരു ലെവല് പിടിച്ചത്. അപ്പൊ അത് നിങ്ങൾക്കത് ഗുണകരമായി എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. യെസ്, ഓക്കെ. അപ്പോ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം കേട്ടോ. ഞാൻ തന്നെ പറഞ്ഞോണ്ടിരിക്കുക. ഇനി ഒരു 13 മിനിറ്റ് കൂടി ഉണ്ട്. ഇത് നമ്മുടെ ലാസ്റ്റ് ക്ലാസ് ആണ്. എനിക്ക് പറയാനുണ്ട്, ഞാൻ ശരിക്കും ഇംഗ്ലീഷിലെ വെറുത്ത ആളായിരുന്നു. അവിടുന്ന് സത്യം പറഞ്ഞാൽ സാറിന്റെ ക്ലാസ് കേട്ടതോടെയാണ് ഇഷ്ടം തോന്നിയത്. ഇപ്പൊ പഠിക്കുന്നത് ഭയങ്കര താല്പര്യമുണ്ട്. പിന്നെ പറയാണ്ടിരിക്കാൻ പറ്റില്ല, നമ്മുടെ ക്ലാസ്സിലെ മേഘയാട്ടെ ഗ്രീഷ്മയാട്ടെ അവരെല്ലാം സംസാരിക്കുമ്പം അതിൽ തെറ്റുകളെല്ലാം പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ കുറച്ച് അത്രയൊന്നും ആയില്ല, എന്നപ്പോൾ ഒരു ശകലമൊക്കെ മെച്ചം വന്നിട്ടുണ്ട്. സാറിന്റെ ക്ലാസ് നവംബറിൽ തുടങ്ങുന്നുണ്ട്, കയറണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ എക്സാമും കൂടെ വന്നത് കൊണ്ട് ഒരു ഇതിരിക്കുന്നു. ഞാൻ ഡിസംബറിലെ വല്ല സാർ ക്ലാസ് വീണ്ടും തുടങ്ങുന്നുണ്ടെങ്കിൽ ആ ബാച്ചിലെ വല്ലതും കയറാൻ പറ്റുമോ എന്ന് നോക്കണമെന്ന് വെച്ചിരിക്കുന്നു. എന്താണ് വാവയുടെ പേരെന്താണ്? വെരി ഗുഡ്. ഓക്കെ. യെസ്. വീട് എവിടാ? സാറിന്റെ വീട് എവിടെ? ഇതുവരെ ഞങ്ങൾ ചോദിച്ചിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചേ. ഈ ക്ലാസ് പോയി നമ്മുടെ ഓഫീസും കാര്യങ്ങളൊക്കെ പറവൂരാണ്, നോർത്ത് പറവൂരാണ്. അവിടെ നിന്ന് ഒരു 5 കിലോമീറ്റർ മാറി ചേന്നമംഗലം അല്ലെങ്കിൽ പാലിയം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. പാലിയം കൊട്ടാരം. ഈ കൊച്ചി രാജാവിന്റെ പ്രധാനമന്ത്രിയായിരുന്ന പാലിയത്തച്ഛന്മാരുടെയൊക്കെ കൊട്ടാരമുള്ള സ്ഥലമുണ്ട്. അവിടെ നിന്നാണ് ഈ ക്ലാസ് പോകുന്നത്. അതിന്റെ സമീപത്ത് തന്നെയാണ് വീട് കേട്ടോ. ചേന്നമംഗലത്ത് തന്നെയാണ് വീട്. യെസ്. സാറിന്റെ ക്ലാസ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എനിക്ക് ഇംഗ്ലീഷ് നമുക്ക് കുറച്ചൊക്കെ കോൺഫിഡൻസ് കൂടി. ഡിഗ്രിക്കൊക്കെ പഠിച്ചപ്പോഴും BA ആയിരുന്നു, പക്ഷെ എന്നാലും വലിയ ഗുണമൊന്നും തോന്നിയിട്ടില്ല. ഒത്തിരി ബുദ്ധിമുട്ടിയിട്ടാണ് നമ്മൾ ജയിച്ചത്. അപ്പൊ ഇവിടെ എത്തിയപ്പോ കുറച്ചുകൂടെ സാറ് സിമ്പിളായിട്ട് പറഞ്ഞു തരുന്നത് ഒത്തിരി മനസ്സിലായിട്ടുണ്ട്. താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു വെരി മച്ച് റോഷിനി. ഞാനും ഇതുപോലെ 8, 9, 10 പഠിക്കുമ്പോ ഗ്രാമറിന് വേണ്ടി സ്പെഷ്യൽ ക്ലാസ് നേരത്തെ പോയിരുന്നിട്ടൊക്കെ ഉണ്ട്. അത് ബാക്കിൽ പോയിരിക്കും, പേടിച്ചിട്ടൊന്നും ആൻസർ കിട്ടാൻ കിട്ടൂല. പക്ഷെ സാറ് വരണ വഴിയൊക്കെ പറഞ്ഞു തന്നപ്പോ നമുക്കിത് കുറച്ചുകൂടി നല്ലതായിട്ട് തോന്നി.
പിന്നെ മോൾക്കും ഭയങ്കര ഇഷ്ടം. മോൾ എങ്ങാനും ലൈവ് ക്ലാസ്സിൽ കയറാണ്ട് റെക്കോർഡാണ് ഇരുന്ന് കാണണമെങ്കിൽ ഒപ്പം വന്നിരിക്കും കേൾക്കാനായിട്ട്. പിന്നെ ഭയങ്കര പേടിയാണ് സാറിന് ക്ലാസ്സിൽ കയറാൻ, പക്ഷെ അതിന്റെ ഒപ്പം തന്നെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ആൻസർ പറയാനായിട്ട് പേര് വിളിക്കുമ്പോഴത്തേനും. നിങ്ങളെ പറയുന്നൊക്കെ തെറ്റാണെങ്കിൽ ഞാൻ ഇതുവരെ നിങ്ങളെ കളിയാക്കുകയോ നിങ്ങളെ വിഷമിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. തെറ്റാണെങ്കിൽ ഞാൻ ഞങ്ങൾക്ക് ഏറ്റവും വെരി ഗുഡ് എന്ന് പറയണമെന്നില്ലേ, അതാണ് ഏറ്റവും പ്രോത്സാഹനം. എല്ലാവരും ഞാൻ ഏറ്റവും ഇഷ്ടമാണ് അങ്ങനെ പറയുന്നത്. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അതാണ് മിസ് സാറിന്റെ വെരി ഗുഡ് കേൾക്കുമ്പോ തന്നെ മനസ്സിനൊരു സന്തോഷമാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സാർ വെരി ഗുഡ് പറയുമ്പോ ഭയങ്കര അപ്രീസിയേഷൻ ആണ്. സാറ് തെറ്റ് പറഞ്ഞാലും വെരി ഗുഡ് ആണല്ലോ പറയണേന്ന് പറഞ്ഞുകൊണ്ട്. അതെ, നമ്മൾ അങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് അടുത്ത് പറയാനായിട്ടുള്ള പ്രോത്സാഹനം ഉണ്ടാവുള്ളൂ. എപ്പോഴും അത് അപ്രീസിയേഷൻ ഇഷ്ടപ്പെടാത്ത കുട്ടികളുണ്ടാവില്ല. നിങ്ങൾ നഴ്സറി സ്കൂളിൽ ചില ഒരു കയ്യടി അവന് കൊടുക്കുക എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, വേറെ അവരുടെ മനസ്സിന് വേറെ ചിന്തകളുണ്ട്. അപ്പൊ ആ ഒരു ലെവലിലോട്ട് വരും, നമ്മളോട്ട് ഇങ്ങനെ വരും. അപ്പൊ ഞാൻ നിങ്ങൾ വെറുതെ നിങ്ങളോട് വെരി ഗുഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും വെറുതെ പറഞ്ഞാണ്. പക്ഷെ നിങ്ങൾക്കത് അറിയാം. കാരണം എന്തെങ്കിലും ഒരു ചെറിയ പറയുന്നതിന് ഫുള്ള് തെറ്റാണെങ്കിലും അതായത് എവിടെയെങ്കിലും കുറച്ച് ശരിയുണ്ടെങ്കിലും ഞാൻ കണ്ട് ഓക്കെ വെരി ഗുഡ് എന്ന് പറയാറുണ്ട്. യെസ്, അപ്പൊ അതുകൊണ്ടാണെന്ന് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ഗുഡ് ഉണ്ടായിട്ട് തന്നെയാണ് നിങ്ങൾ കൂടുന്നത്. എന്താ മേഘന പറയാൻ പോയി? Sir, today is the last class of our beloved English sir. Yes. And sir, we feel happy and thankful for all that sir has taught us. Yes. And sir made even difficult lessons says it is easy. And sir always spoke kindly and motivated us to do our best. Yes. And even though it is teaching style, we always stay in our hearts. And it is not only a great teacher but also a wonderful person, and we thankful sir for us giving a knowledge and beautiful memories also. And we will miss you, your voice and your have it done thankful for us sir. And we wish you a good health, peace and great. Thank you sir. Okay, Meghna, thank you for your good words, touching words, and for your compliment. Arya Vikas എന്താ പറയാൻ പോയി? സാറിന്റെ വെരി ഗുഡ് കേൾക്കുമ്പോൾ നമുക്കൊരു പഠിക്കാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. അതെ, യെസ്, ഓക്കെ. പിന്നെ സാറിന്റെ ക്ലാസ് ആണെന്ന് എന്റെ ഹസ്ബൻഡ് പറയും ജോബ് സാറിന്റെ ക്ലാസ് ആണ്, ജോബ് സാറിന്റെ ക്ലാസ് ആണെന്ന് സാറിന്റെ ഹസ്ബൻഡും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അതെ, വെരി ഗുഡ്. യെസ്. പിന്നെ ഹസ്ബൻഡ് എന്താ ചെയ്യണേ? പുള്ളി IT ഫീൽഡിലാണ്, മാനേജറാണ്. Okay. Very good. Yes. Then. സാർ എക്സാം ക്വസ്റ്റ്യൻസ് ഇത്രയേ ഉള്ളൂ? എക്സാം ക്വസ്റ്റ്യൻ അത്രേ ഉള്ളൂ. പിന്നെ for term to exam what to do sir? Okay. കഴിഞ്ഞ പ്രാവശ്യം ടേം എക്സാമിന് കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിരുന്നല്ലോ, അതുപോലെ ഉണ്ടോ? എന്താണ്? യെസ്, അതുപോലെ കുറച്ച് ക്വസ്റ്റ്യൻസ് തരുമോ സാറേ? അപ്പോ ഓക്കെ, ഒരു 2-3 മിനിറ്റ് കേട്ടോ, അതിന് നമുക്ക് ഫിനിഷ് ചെയ്യാം. എഴുതിക്കോളൂ. ടേം ക്വസ്റ്റ്യൻസിന് വേറെ ഞാൻ ജസ്റ്റ് എങ്കിലും പറഞ്ഞു പോവാം. യെസ്, യൂസ് കറക്റ്റ് പ്രിപ്പോസിഷൻ. ചോദ്യം ഇതാണ്: there is a flower dash the table. ആൻസർ പറയുന്നില്ല, ചോദ്യം ചോദിക്കുന്നത് ആര്യ വികാസ്. ഇവിടെ എന്ത് വരും? there is a flower dash the table. ഇത് ടേം 2 എക്സാമിനേഷൻ വേണ്ടി. ഓക്കെ, പിന്നെ കറക്റ്റ് ആണ്. ഓൺ ദ ടേബിൾ കറക്റ്റ് ആണ്. രണ്ടാമത്തെ ചോദ്യം: I was born dash 2015. I was born dash 2015. Then റിൻഡ അറിയാമോ? ഇന്നാണ്. വർഷത്തിന് മുന്നിൽ ഇന്നാണ്. ഓൺ കഴിഞ്ഞാൽ ഡേറ്റ് വേണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ: ഷീ ഈസ് dash the airport. Yes.
ഫിൽ ചെയ്തോളൂ. ഷീ ഈസ് ഡാഷ് ദ എയർപോർട്ട്. പ്രിപ്പോസിഷൻ At. അറ്റ്. വെരി ഗുഡ് അമൃത. അറ്റ് ദ എയർപോർട്ട്. അടുത്തത് ക്വസ്റ്റ്യൻ ടാഗ് ആണ്. ക്വസ്റ്റ്യൻ ടാഗ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ടാഗ് എന്ന് മാത്രം ഹെഡിങ് കൊടുത്താൽ മതി. ഹി ഈസ് very kind, 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 comma, dash, question mark. Okay, Grishma, correct answer. Answer is in the he. Very good, very good, very good. You don't mind it. You don't mind it. You don't mind it. Comma, dash, question mark. Comma, dash, question mark. You don't mind it. Answer, do you? Correct. Very good, Grishma. Do you? Okay. Next question. You will come on time. You will come on time. Comma, dash, question mark. Answer on the video. Want you. Next question. Use present participle. Heading or the use present participle. Any പറയുന്നത് ടൈം ക്വസ്റ്റിന് വേണ്ടിയിട്ട് അല്ല, അതിന് ടൈം 2ന് വേണ്ടിയിട്ട് പ്രിപ്പോസിഷനും ക്വസ്റ്റ്യൻ ടാഗും പിന്നെ പ്രസന്റ് പാർട്ടിസിപ്പിളും പിന്നെ അതിനോടൊപ്പം തന്നെ റിപ്പോർട്ടർ സ്പീച്ചും ഇത് മാത്രം നോക്കിയാൽ മതി കേട്ടോ. അങ്ങനെ പറയാം. പ്രിപ്പോസിഷൻ ക്വസ്റ്റ്യൻ ടാഗ് പിന്നെ പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്താണ്? പ്രസന്റ് പാർട്ടിസിപ്പിൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നൊക്കെ പറഞ്ഞില്ലേ. പിന്നെ റിപ്പോർട്ടർ സ്പീച്ച്. അപ്പൊ ഇതിന്റെ അകത്ത് ഇപ്പൊ നമ്മൾ എഴുതിയ പ്രസന്റ് പാർട്ടിസിപ്പിൾ ഒരു മോഡൽ ഞാൻ പറയാം. ഓപ്പൺ ദ ഷെൽഫ്, SHELF, ഷെൽഫ്. She took the books. Open the shelf. She took the books. എന്നിട്ട് ആ ഓപ്പൺ എന്നുള്ള ബ്രാക്കറ്റിലിട്. യെസ്, ആർക്ക് പൂരിപ്പിക്കാൻ പറ്റും കറക്റ്റ് ആയിട്ട്? Opening. ഓപ്പണിങ്. കാരണം പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞാൽ ING ചേർക്കാന്നുള്ളതാണ്. യെസ്. അടുത്തത് She is type, TYP, type on the computer. എന്നിട്ട് ആ ടൈപ്പ് എന്നുള്ളത് ഓക്കെ ഗ്രീഷ്മ ബ്രാക്കറ്റിൽ. ടൈപ്പ് എന്നുള്ളത് ബ്രാക്കറ്റിൽ. യെസ്, അതൊന്ന് പൂരിപ്പിച്ചേ. Typing. Correct answer. Typing is the correct answer. Very good. Yes. അപ്പോ സമയമായതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും എല്ലാവിധ നന്മകൾ നേർന്നുകൊണ്ട് വീണ്ടും നമുക്ക് 2 ലൈൻ പാട്ട് സാറിന് എങ്കിലും ഒന്ന് 2 ലൈൻ പാട്ട് പാടിക്കോട്ടെ. 2 ലൈൻ. മരമഞ്ഞളാടിയ രാവിന്റെ മാറിൽ ഒരു മഞ്ഞുതുള്ളി ഉറങ്ങി. ഇനി നേരമെന്തിനോ തേങ്ങി നിലാവിൻ വിരഹമെന്നാലും മയങ്ങി. പുലരിതൻ ചുംബന കുങ്കുമമല്ലി ഋതുനന്ദിനിയാക്കി അവളെ പനിനീർമലരാക്കി. താങ്ക് യു സർ. ഓ വെരി ഗുഡ്. സുരമ്യ നന്നായിട്ട് പാടുന്നുണ്ടെങ്കിൽ നേരത്തെ കുറെ പാടിപ്പിച്ചേനെ. ഓക്കെ ജനുഷ.
As we come to the end of our last class, I would like to take this moment to thank Job Sir for his valuable guidance and support. I would also like to thank all my friends for their help and cooperation throughout. Thank you. Yes, very good. So, എല്ലാവർക്കും യെസ് സെറ്റ്. ഓക്കെ സുരമ്യ, നമുക്ക് കോൺവെക്കേഷൻ സെറിമണിക്ക് വരുമ്പോൾ കാണാം. ഓക്കെ സുരമ്യ. യെസ് ജസ്ന, ജോണി. ഓക്കെ. Thank you, sir. We Okay. will miss you. Okay. Thank you, sir. So we will meet in the. Okay. See you. എല്ലാവർക്കും എല്ലാവരും. Okay. Thank you, sir. Okay. We miss you, sir. Okay.